ഹലോ നമസ്കാരം. അപ്പം നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നും പതിവ് പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഇന്നത്തെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പം തന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സ് പുട്ടും ചെറുപയർ തോരനുമാണ്. അപ്പോൾ തോരനുള്ള ചെറുപയറൊക്കെ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നാളികേരം ഒന്ന് കൂട്ടിയെടുക്കുക. അപ്പോൾ നാളികേരം ഞാൻ കുറച്ച് പച്ചമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒരു 2 ഇതള് കറിവേപ്പിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതേ വേവിച്ച് വെച്ചുള്ള ചെറുപയറിലേക്ക് നമ്മൾ ചതച്ചെടുത്തുള്ള നാളികേരം കുറച്ച് കറിവേപ്പിലി ഇട്ടു നന്നായി ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് 1-2 മിനിറ്റ് ഇതൊന്ന് ചെറിയ തീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേ 1-2 മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നു. നമ്മുടെ ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തു, ഫ്ലെയിം ഓഫ് ആക്കി. ഇനി ഓട്സ് പുട്ടിന് വേണ്ടിയിട്ടുള്ള ഓട്സ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറ് നന്നായി തുടച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഓട്സ് ഇതിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പിടി നാളികേരം, ചെറിയ കൈപ്പിടി 2 പിടി നാളികേരം ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒറ്റയടി ഒന്ന് അടിച്ചെടുക്കണം. ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. വല്ലാണ്ട് പൊടിക്കും വേണ്ട. അപ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം നമുക്ക്. അപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ ഓട്സും നാളികേരം ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് ചെറിയൊരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുറേ വെള്ളം ഒഴിക്കരുത്, കയ്യിൽ കുറച്ച് എടുത്തൊന്ന് തെളിച്ച് കൊടുത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. കുറച്ചീശായിട്ട് വെള്ളം കയ്യിലേക്ക് എടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഓട്സ് പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിരട്ടയിലേക്ക് നാളികേരം ഇട്ടു. പിന്നെ നമ്മുടെ പൊടിയും കൂടി നിറച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന ഓട്സ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നല്ല ചെറുപയർ തോരനും കാപ്പിയും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പം നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു മുളക് കൂശ്യം അതുപോലെ തന്നെ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഭാഗത്തേക്ക് കുറവാണ് മുളക് കൂശ്യം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, അതുപോലെ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ മുളക് കൂശ്യം മത്തങ്ങ വെച്ചിട്ടുള്ള മുളക് കൂശ്യാണ്, അതുപോലെ തന്നെ വയലറ്റ് കാബേജ് തോരനുമാണ്.
അപ്പോൾ ഇത് മുളക് ആവശ്യത്തിനുള്ള മത്തങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി പരിപ്പ്. അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് പരിപ്പ് എടുത്തുള്ളത്. അപ്പോൾ പരിപ്പൊക്കെ നന്നായി കഴുകി ഇത് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകിയെടുത്തുള്ള മത്തങ്ങയും, പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, 1/2 സ്പൂണൊക്കെ ഉണ്ടാവും മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പം മത്തങ്ങയും പരിപ്പൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഒരു കഷ്ണം കാബേജ് എടുത്തിട്ടുണ്ട് തോരനായിട്ട്. അപ്പം അതൊന്ന് ചോപ്പറിലിട്ട് ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മത്തങ്ങയും പരിപ്പും ഒരു 3-4 വിസിൽ വന്നപ്പോൾ ഓഫാക്കിയിട്ടിട്ടുണ്ട്. അപ്പം നല്ലോണം മത്തങ്ങയും പരിപ്പും നല്ലോണം വെന്ത് വരണം. അപ്പോഴാണ് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോഴേക്കും നമ്മുടെ കാബേജൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് ഞാൻ ഒന്ന് കഴുകി വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ നമ്മുടെ മത്തങ്ങയും പരിപ്പൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഇത്തിരി കുറവായ കാരണം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് പിന്നെ അവസാനമായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുളക് ഊശ്യം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. നല്ല ടേസ്റ്റ് മാത്രമല്ല നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നാളികേരം അരയ്ക്കണ്ട, അതുപോലെ തന്നെ കാച്ചി ഒഴിക്കൊന്നും വേണ്ട. അപ്പം അതാണല്ലോ കൂടുതൽ നമുക്ക് ആകർഷണമല്ലേ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പം ഇത്രയൊക്കെ ആണെങ്കിലും ടേസ്റ്റിൽ കുറവൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മൾ ഒഴിച്ചുകറി റെഡിയാക്കി വെച്ചു. ഇതേ തോരനായിട്ട് ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്, പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്. അപ്പോൾ തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം പിന്നെ ഒരു ഏകദേശം 1/2 സ്പൂണോളം ഉഴുന്നും അതിലേക്കിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഉഴുന്നും കടുകും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള സവാള, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ കാബേജ് നന്നായി കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിൽ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം വാരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാബേജ് ഇട്ടു. പിന്നെ അതിലേക്ക് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ തീയൊന്ന് ഇത്തിരി കൂട്ടി വെച്ചതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് ഇങ്ങനെ പൊത്തി വെച്ച് ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു പിടി നാളികേരം കൂടി ചേർത്തു. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കാബേജൊക്കെ നന്നായി വാടി വന്നതിന് ശേഷം ഒരു പിടി നാളികേരം കൂടി അതിലേക്ക് ചേർത്ത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കാബേജൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ കുറച്ച് മീനും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്.
അപ്പം എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തരി ചോറുണ്ട്. അതിലേക്ക് വയലറ്റ് കാബേജ് തോരൻ, പിന്നെ നല്ല നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുള്ള മാങ്ങ അച്ചാറ്, പിന്നെ നമ്മുടെ മത്തി വറുത്തത്, പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നെല്ലിക്ക, ഒഴിച്ചുകറിയായിട്ടുള്ള മത്തങ്ങ മുളക് കൃഷി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.